അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8 ബ്രെഡ് വെച്ച് നമ്മളിത് തയ്യാറാക്കിയാൽ ഒരു 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഇനി ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. മാറ്റില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. നട്ട്സ് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നട്ട്സിൻ്റെ അളവൊക്കെ നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മൾ എടുത്ത് വെച്ചുള്ള നട്ട്സ് എല്ലാം ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വറുത്ത കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്നൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിന് മാറ്റി വെക്കാം. നട്ട്സ് എല്ലാം ഞാൻ ഈ പാനിന് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബ്രെഡ് ഒന്ന് മൊരിയിച്ചെടുക്കണം. ബ്രെഡ് പൊടിഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിന് മാറ്റി വെക്കാം. അധികം കളർ മാറാൻ നിൽക്കണ്ട കേട്ടോ. ഈ ഒരു കളറായി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പാനിന് മാറ്റി വെക്കാം. ബ്രെഡെല്ലാം മാറ്റിയ ശേഷം പാൻ വീണ്ടും ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് എടുത്തുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. മിൽക്ക് പൗഡർ ചേർക്കുകയാണെങ്കിൽ പാലിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയെടുക്കേണ്ടി വരും. പിന്നെ ഇതിലേക്കൊരു 2 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട. ബ്രെഡെല്ലാം ഒന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇളക്കാതെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ പാലെല്ലാം ബ്രെഡിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ പാലെല്ലാം ബ്രെഡിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണ്ട കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ബ്രെഡ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഡെസേർട്ട് റെഡിയായി. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടോ കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മടുക്കാത്തൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല ഈസി റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.